നമ്മൾ ഓരോരോ യൂണിറ്റ് കഴിയുമ്പോഴേ അവർക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. അതെല്ലാ മക്കളും പറയുന്ന ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. കാരണം പലർക്കും CBSE കേസിലാണെങ്കിൽ ഇപ്പൊ നമുക്ക് പോലും ഇവൻ സെർച്ച് ചെയ്യുമ്പോൾ പലതും നമുക്ക് കിട്ടാറില്ല. ഞങ്ങൾ എല്ലാവരും ഇനി ഡിവൈഡ് ആവാൻ പോവാണ്. അതായത് നമ്മുടെ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള രീതിയിൽ 3 സബ്ജക്റ്റുകളായിട്ട് തിരിക്കാൻ പോവാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ചാപ്റ്റേഴ്സും പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ടെന്നുള്ളത് ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് എന്താ പറയാ ഒരു നല്ലൊരു കാര്യമാണ്. കാരണം കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടാവരുത്. അപ്പൊ ഒരു ടഫ് ആയിട്ടുള്ള ഒരു ടോപ്പിക് പഠിച്ചതിന് ശേഷം അടുത്ത ചാപ്റ്റർ വരുമ്പോൾ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. കേരളത്തിലുള്ള കുട്ടികൾ അധികം വലിയ വലിയ കോമ്പറ്റീവ് എക്സാംസിൽ റാങ്കുകൾ വരുന്നില്ല എപ്പോഴും കാണാറുണ്ട് അല്ലെ? കാരണം ഇവരെപ്പോഴും ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും +2 കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. അപ്പൊ അതിനുള്ള ഒരു കറക്റ്റ് എന്താ പറയുക, ഒരു ക്ലിയർ കട്ട് ഐഡിയ നമ്മൾ കൊടുക്കും. ഹലോ ഡിയേഴ്സ്, അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഒരുപാട് പബ്ലിക് ലൈവുകളിലൂടെ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലൂടെ നിങ്ങൾ എല്ലാവരും കണ്ട മുഖങ്ങളാണ് ഞങ്ങൾ എല്ലാവരും. അപ്പൊ മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ഇനി നമ്മൾ വരാൻ പോകുന്നത് 8ാം ക്ലാസ്സിലേക്കാണ്, ഹൈസ്കൂളിലേക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ വലിയ കുട്ടികളാവുന്നതോടുകൂടെ തന്നെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും ഇനി വലിയ വലിയ കാര്യങ്ങളാവാണ്. അപ്പൊ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റില് 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 3 പേരും ഇന്നോട് വന്നിട്ടുള്ളത്. അപ്പൊ സാറേ, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഇവരോട് പറയാനുള്ളത്? അതെ, തീർച്ചയായിട്ടും ഇപ്പൊ മിസ് പറഞ്ഞതുപോലെ നമ്മൾ ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട വർഷം കൂടിയാണ്. എസ്പെഷ്യലി സയൻസിന്റെ കേസിലേക്ക് വരുമ്പോൾ കൺസെപ്റ്റുകൾ ഒരുപാട് പഠിക്കുന്നുണ്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതും ആക്ടിവിറ്റികളാണ് കൂടുതലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. പിന്നെ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇവരുടെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ്ലി ഒരു സ്റ്റോറി ബേസ്ഡ് ആയിട്ടാണ് പോകുന്നത്. അതായത് ഒരു കുട്ടി മറ്റു കുട്ടിയോട് ഒരു കാര്യം ചോദിക്കുന്നു, അതിന്റെ ആൻസർ കണ്ടെത്തുന്ന രീതിയിലാണ് ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ പോകുന്നത്. തുടക്കത്തിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, എന്നിട്ട് ലാസ്റ്റ് ആണ് നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളെ നമുക്കറിയാം കുട്ടികളുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അവരൊരു സ്റ്റോറി രൂപത്തിൽ നമ്മള് എല്ലാം, അതായത് സാറേ നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ലെവലിൽ കുട്ടികളെ CBSE അങ്ങനെ ആക്കി തീർത്തുന്നു. അതെ, നമ്മൾ സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് ഓൾ അബൌട്ട് ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റേഷൻ തന്നെയാണ് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ കുട്ടികൾ ബിൽഡ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ക്യൂരിയോസിറ്റി, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേര് തന്നെ ക്യൂരിയോസിറ്റിയാണ്. കുട്ടികൾക്ക് വേണ്ടതും ആ ഒരു ജിജ്ഞാസ, ക്യൂരിയോസിറ്റിയാണ്. സയൻസ് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സബ്ജക്റ്റിനോട് ഇഷ്ടത്തോടു കൂടി പഠിക്കാനും കൺസെപ്റ്റ് വളരെയധികം പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നു. അതെ, അതുകൊണ്ടാണ് ക്യൂരിയോസിറ്റി എന്നുള്ള പേര് പോലെ തന്നെ സാർ പറഞ്ഞതുപോലെ തന്നെ എക്സ്പെരിമെന്റ്സിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് റിയൽ ലൈഫിൽ ചെയ്ത് പഠിക്കാൻ പറ്റിയ കുറെ കാര്യങ്ങളാണ് നെക്സ്റ്റ് ഇയറിൽ അവർക്ക് പഠിക്കാനുള്ളത്. എന്ന് വെച്ചാൽ അവർക്ക് ഓരോരോ സാധനങ്ങളാണെങ്കിലും അവർക്ക് തന്നെ എന്ത് ചെയ്യാം, ഓരോരോ എക്സ്പെരിമെന്റ് വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് വരെ അതിനകത്തുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കും ഇത്ര സിമ്പിൾ ആണെന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല. അവർക്ക് കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ് 7th നിന്ന് 8th വരുമ്പോൾ ഒരു മാറ്റം എന്ന് പറയുന്നത് വരുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും ഒരു എയ്ഡ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട് എന്നുള്ള കാര്യം ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം മക്കളെ, നമ്മൾ കഴിഞ്ഞ വർഷം സയൻസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ സബ്ജക്ട് ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. ഒരുപാട് കാര്യങ്ങൾ അല്ലെ, ആനിമൽസിനെ കുറിച്ചും പ്ലാന്റ്സിനെ കുറിച്ചും ഇലക്ട്രിസിറ്റി, ആസിഡ്, ബേസ്, സോൾട്ട്, ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കിലാണ് പഠിച്ചത് അല്ലെ? ഒരൊറ്റ ടീച്ചറായിരുന്നു സ്കൂളിൽ നിങ്ങൾക്ക് അത് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇനി മുതൽ അങ്ങനെയല്ല, ഞങ്ങൾ എല്ലാവരും ഇനി ഡിവൈഡ് ആവാൻ പോവാണ്. അതായത് നമ്മുടെ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള രീതിയിൽ 3 സബ്ജക്റ്റുകളായിട്ട് തിരിക്കാൻ പോവാണ്. ഇനി സാറ് പഠിപ്പിക്കുന്നത് ഇതാ പറഞ്ഞ പോലെ പ്ലാന്റ്സിനെ കുറിച്ചും ആനിമൽസിനെ കുറിച്ച് പഠിക്കുന്ന ബയോളജി അക്ഷയ് സാറാണത്. മിസ് പഠിപ്പിക്കാൻ പോകുന്നത് മിസ് എന്താണ്? ഞാൻ കെമിസ്ട്രി ആണ്. അപ്പൊ കെമിസ്ട്രിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പത്തെ പ്രാവശ്യം എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ആസിഡിനെ കുറിച്ച് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവർ പഠിച്ചിരുന്നത്. ഇപ്രാവശ്യം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ മുമ്പ് പഠിച്ചതിൽ നിന്ന് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള രീതിയിൽ കുറച്ച് വൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്രാവശ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ മാറ്റർ എന്താ, ഇപ്പൊ പല മക്കൾക്കും എന്താണ് സാധനം എന്ന് ചിലപ്പോൾ അറിയുമായിരിക്കും. ഇപ്പൊ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ളതാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് അറിയാം. പക്ഷെ അതിന്റെ അപ്ലിക്കേഷൻ ലെവൽ കാര്യങ്ങളാണ് നമ്മൾ 8th പഠിക്കാൻ പോകുന്നത്. അതിനെപ്പറ്റി വൈഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ അവർ ഡീപ്പ് ആയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു വർഷം കൂടുതലായിട്ട് കുറെ കാര്യങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ട്. അപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ബേസ്ഡ് എന്ന് പറയുന്നത് അങ്ങോട്ട് റൂൾ ചെയ്യുന്ന കാര്യമാണ്. ഇനി അങ്ങോട്ട് നമ്മൾ ഹയർ ഗ്രേഡ്സിലേക്ക് പോകുമ്പോഴും അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അവര് തീർച്ചയായിട്ടും അവർ പഠിക്കേണ്ടതാണ്. എസ്പെഷ്യലി അവർ ജീവിക്കുന്ന ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിലായതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വളരെയധികം മുറുകയാണ്. എല്ലാ കുട്ടികളും എന്താണ് പഠിക്കണം, ഇംഗ്ലീഷ് രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുന്നവരാണ്. ബയോളജിയും കെമിസ്ട്രിയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാണ്, ഞാൻ ഫിസിക്സ് ആണ് പഠിപ്പിക്കുന്നത്. ഫിസിക്സിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. പൊതുവെ കുട്ടികൾക്ക് സയൻസിൽ ഒരു ഇഷ്ടക്കുറവ് തോന്നുന്ന ഒരു സബ്ജക്ട് കൂടിയാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രിസിറ്റി
അല്ലെ, അതുപോലെ തന്നെ ഇതൊക്കെ വരുന്നോണ്ട് തന്നെ അവർക്ക് മാത്സിനോട് റിലേറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്ട് ആണ് ഫിസിക്സ്. പലപ്പോഴും ഫിസിക്സിന്റെ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ഒരു കമന്റ് ഇത് എന്താ മാത്സിന്റെ ക്ലാസ് ആണ്. അപ്പൊ പറയാനുള്ള കാര്യം ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, പക്ഷെ ഇതെല്ലാം ഭയങ്കര സംഭവമാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. നിങ്ങൾ 8ാം ക്ലാസ്സിലെ കുട്ടിയാണ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന അതേ ലെവലിൽ തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് എന്ന് വെച്ചാൽ എപ്പോഴും അവർ പഠിക്കുന്നത് ബേസിൽ നിന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ 5, 6, 7 വൃത്തിക്ക് പഠിച്ചൊരു കുട്ടിക്ക് 8th വരുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. അപ്പൊ ഏത് സബ്ജക്ട്, ഇപ്പൊ ഫിസിക്സ്, സൈക്കോളജി, കെമിസ്ട്രി ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഏത് സബ്ജക്റ്റുകളാണെങ്കിലും എല്ലാത്തിലും അവർ ബേസിക് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പൊ ഈ 10th വരെ എത്തുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. 8ാം ക്ലാസ് ബേസിക് ലെവൽ സെറ്റ് ചെയ്താലല്ലേ അവർക്ക് 10th കുറച്ചും കൂടി ഈസി ആക്കാം. നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ നമ്മളും 10th എടുക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണ്. അപ്പൊ നമുക്കറിയാം 10th ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിന്റെ അതേ കണ്ടിന്യൂവേഷൻ ആണ് 10ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ക്ലാസ് തന്നെയാണ് ഈ പറയുന്ന 8ാം ക്ലാസ്. കാരണം പറഞ്ഞതുപോലെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ നമ്മൾ 10th എത്തിയിട്ട് അടിപൊളിയാക്കാം, അപ്പൊ കുറെ ട്യൂഷനൊക്കെ പോയിട്ട് അപ്പൊ സെറ്റാക്കാം, കോച്ചിങ് എടുക്കാം, അതൊന്നും വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവിടെ നമുക്ക് ബേസിക്സും ഫൗണ്ടേഷനും മാത്രം പഠിച്ചിരിക്കാനുള്ള സമയമില്ല. നമുക്ക് ടോപ്പിക്കുകൾ ഒരുപാടുണ്ട്. മാത്സിലാണെങ്കിലും സയൻസിലും സോഷ്യലിലും ഒക്കെ ഇഷ്ടംപോലെ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിച്ചു തീർക്കാനാ. അപ്പൊ നമ്മൾ 8ാം ക്ലാസ്സിലെ ബേസിക്സിലോട്ട് പോയിരിക്കാനും പറഞ്ഞു തരാനൊന്നും ആരും നമുക്ക് അവിടെ ഉണ്ടാവില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ഒരു അപ്ഗ്രേഡേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഓരോ വർഷവും ഇറങ്ങുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഓരോ വർഷവും ഓരോ ഗ്രേഡിലേക്ക് വരുന്ന കുട്ടികൾ അപ്ഗ്രേഡഡ് ആവുകയാണ് തീർച്ചയായിട്ടും. അപ്പൊ അതിനനുസരിച്ച് CBSE അറിഞ്ഞുകൊണ്ട് ഓരോ വർഷത്തെ ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് മാറിയ വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ 6ാം ക്ലാസ്സിൽ മാറിയിട്ടുണ്ട്, 7ൽ മാറിയിട്ടുണ്ട്, 8ൽ മാറിയിട്ടുണ്ട്, 9ാം ക്ലാസ്സിൽ പോലും ഈ വർഷം എന്ത് ചെയ്യാണ് ടെക്സ്റ്റ് ബുക്ക് മാറുക. അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ അപ്ഗ്രേഡേഷൻ അനുസരിച്ചിട്ട് കോൺസെപ്റ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഗ്രേഡ് ചെയ്യാൻ CBSEയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു ശ്രമം നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് വരാനിരിക്കുന്ന വർഷങ്ങളിൽ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുക. എസ്പെഷ്യലി എല്ലാവരും എയിം ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സസിലേക്കായിരിക്കും. അൾട്ടിമേറ്റ് ഇപ്പോൾ ഒരു ഹൈസ്കൂളിലാണെങ്കിൽ പോലും അവരുടെ ഫ്യൂച്ചറിൽ പ്രൊഫഷണൽ കോഴ്സസിലേക്ക് പോകുമ്പോൾ അവർ തീർച്ചയായിട്ടും ഒരു എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യേണ്ടി വരും. ഏത് പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകണമെങ്കിൽ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ആ രീതിയിൽ കുട്ടിയെ പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടി മെന്റലി ആസ് വെൽ ആസ് ഈ ഒരു കൺസെപ്റ്റൽ ലെവലിൽ പ്രിപ്പയർ ചെയ്യിക്കുന്ന രീതിയിലാണ് ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്. അതെ, അത് നമ്മളിപ്പോ എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഈ ടെക്സ്റ്റ് ബുക്കിൽ വരുമ്പോൾ ചേഞ്ച് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആ സിലബസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് കുട്ടികൾ നോക്കുന്നുണ്ട്. അതേ സമയത്ത് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇവര് ക്വസ്റ്റ്യൻസ്, ഇപ്പൊ എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിന്റെ റിലേറ്റഡ് ആണ് എല്ലാ ക്വസ്റ്റ്യൻസുകളും വരുന്നത്. അപ്പൊ ബേസിക് കാര്യം സെറ്റ് ചെയ്തൊരു കുട്ടിക്ക് അപ്ലിക്കേഷൻ ലെവലായിട്ട് എൻട്രൻസിനും ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലെ. അത് നമ്മളെ സബ്ജക്റ്റിലും അങ്ങനെ തന്നെയാണ്. അതായത് നമ്മളെ ചാപ്റ്റേഴ്സിൽ ഇപ്പൊ ഫിസിക്സിന്റെ കേസിലാണെങ്കിൽ നമുക്കൊരു സിമ്പിൾ ചാപ്റ്റർ ഉണ്ട്, പ്രഷർ എന്ന് പറയുന്നത് ചാപ്റ്റർ ഭയങ്കര രസമായിട്ട് നമുക്ക് പഠിക്കും. കാരണം അതിലെ ഓരോ എക്സ്പെരിമെന്റും നമുക്ക് തന്നെ ചെയ്ത് നോക്കാം. അതിൽ പ്രഷറിന്റെ വേരിയേഷൻസ് പറയുന്നത്, എങ്ങനെയാണ് കാറ്റുണ്ടാകുന്നത്, അതുപോലെ നമ്മൾ സൈക്ലോൺസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങൾ വളരെ സിമ്പിൾ എക്സ്പെരിമെന്റ്സിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ. എന്നാൽ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ് ഇലക്ട്രിസിറ്റി. അത് നമുക്ക് അത്രയധികം എക്സ്പെരിമെന്റ്സിലൂടെ കടന്നു പോകാൻ പറ്റുന്നില്ല. പിന്നെ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നു സ്കൈസിനെ കുറിച്ച്, മിറേഴ്സ്, റിഫ്ലക്ഷൻ. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ മുന്നോട്ട് പോകുന്നത്. അതിപ്പോ ഓരോ ചാപ്റ്റർ ഇപ്പൊ എടുക്കുമ്പോൾ ഫിസിക്സിന്റെ കേസ് പറഞ്ഞ പോലെ ബയോളജിയുടെ കേസ് പറയുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ചാപ്റ്റേഴ്സും പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ടെന്നുള്ളത് ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് എന്താ പറയാ ഒരു നല്ലൊരു കാര്യമാണ്. കാരണം കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടാവരുത്. അപ്പൊ ഒരു ടഫ് ആയിട്ടുള്ള ഒരു ടോപ്പിക് പഠിച്ചതിന് ശേഷം അടുത്ത ചാപ്റ്റർ വരുമ്പോൾ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ കുട്ടിയെ യാതൊരു വിധത്തിലും സ്ട്രെസ്ഡ് ആക്കാതെ പഠനം മുന്നോട്ട് കൊണ്ടുവന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. എസ്പെഷ്യലി നമ്മളൊരു ചാപ്റ്റർ പറയുന്നത് ഒരു എർത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഭൂമി എന്ന് പറയുമ്പോൾ ലൈഫ് സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു പ്ലാനറ്റ് ആണ്. അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ലൈഫ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ക്യൂരിയോസിറ്റി കൂടുതൽ ബിൽഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു സിലബസ് സ്ട്രക്ചർ ആണ് നമുക്ക് ആ ഒരു ബയോളജി. ഈ ഒരു സ്ട്രക്ചർ തന്നെയാണ് CBSE ഫോളോ ചെയ്യുന്നത് അല്ലെ. കാരണം കുട്ടികൾ എപ്പോഴും ഇങ്ങനെ തിങ്ക് ചെയ്യണം എന്തുകൊണ്ടാണ് അത് അല്ലെ, അല്ലാതെ എല്ലാ കാര്യങ്ങളും ബൈ ഹാർട്ട് ചെയ്ത് അവർക്ക് കൊടുക്കുന്നതിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാനുള്ള ഒരു എബിലിറ്റി കുട്ടികൾക്ക് നല്ലൊരു കാര്യം. ആ പേര് പോലെ അല്ലെ, ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക. അപ്പൊ നമ്മുടെ കെമിസ്ട്രിയുടെ കേസ് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് മെയിൻ ആയിട്ട് ഇപ്പൊ 3 ചാപ്റ്റേഴ്സ് അവർക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് മാച്ച്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു. പിന്നെ സോൾവെന്റ്, സൊല്യൂട്ട്, ഇതൊക്കെ കുട്ടിക്ക് കേട്ട് നല്ല പരിചയമുള്ള സാധനങ്ങളായിരിക്കാം. ഇപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് ആ മിസ്സേ ഇതല്ലേ എന്ന് ചോദിക്കാനുള്ള
സാധനമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് പഠിക്കുന്നതും ഈ പറഞ്ഞ പോലെ എക്സ്പെരിമെന്റ് വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു 8th CBSE വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സയൻസിൽ ഇപ്പോൾ കെമിസ്ട്രിയുടെ കേസ് പറയുമ്പോൾ കുറേ എക്സ്പെരിമെന്റ്സ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡും തേർഡും ഒക്കെ പറയുകയാണെങ്കിലും പിന്നെ എലമെന്റ്, കോമ്പൗണ്ട്, പ്യുവർ സബ്സ്റ്റൻസ്, ഇതൊക്കെ കുട്ടിക്ക് അതിനെ പറ്റി ബേസിക് കാര്യങ്ങൾ അറിയാം. പക്ഷേ അതിനകത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ വൈഡ് ആയിട്ടാണ്. ഞാൻ വിചാരിക്കുകയാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന കുട്ടി ടോട്ടലി ബ്ലാങ്ക് ആയിട്ടുണ്ടാവും. എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഞാൻ എന്തൊക്കെയാ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. കാരണം നിങ്ങൾക്കുള്ള ഒരു കറക്റ്റ് സൊല്യൂഷൻ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മികച്ച രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചെടുക്കണം. ആ രീതിയിൽ നിങ്ങൾ ഗൈഡ് ചെയ്യേണ്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്, സെറ്റ് ആയിട്ട്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഇവർക്ക് അറിയുന്നുണ്ടാവും അല്ലെ. അപ്പൊ അറിയാത്ത കുട്ടികളുടെ ഒന്നുകൂടെ പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾക്ക് 8ാം ക്ലാസ്സിലേക്ക് ഒരു ട്യൂഷൻ ബാച്ച് ഉണ്ട്. 7ാം ക്ലാസ്സിൽ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ സൈലത്തിന്റെ ലേണിംഗ് ആപ്പ് ഇല്ലാത്ത, എന്താ ട്യൂഷൻ ഇല്ലേ, ഞങ്ങൾ എന്താ മനുഷ്യന്മാരല്ലേ എന്നൊക്കെ വരെ ചോദിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തില്. അപ്പൊ മക്കളെ, നിങ്ങൾ എല്ലാരെയും കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ ആയിട്ട് കൊണ്ട് തന്നെയാണ് നമ്മുടെ ട്യൂഷൻ ബാച്ചിനെ നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മളെ കുട്ടികൾ യൂട്യൂബിൽ ലൈവ് കാണുന്ന കുട്ടികൾ പറയുന്നത് ഒരു ചാപ്റ്റർ നമ്മൾ ഒരു ഒറ്റ ഒരു ഷോട്ടിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഫുള്ള് കിട്ടിയില്ലല്ലോ, ആ പോയിന്റ് പറഞ്ഞില്ലല്ലോ, ഈ പോയിന്റ് പറഞ്ഞില്ല. അതെ, അപ്പൊ ഇവര് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 1 മണിക്കൂറിലാണ് ഒരു ചാപ്റ്റർ മുഴുവൻ അല്ലെ എടുത്തു തീർക്കുന്നത്. ചാപ്റ്ററിലേക്ക് വരുമ്പോൾ തീർത്തും വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോ ഒരു ചാപ്റ്റർ ഡീൽ ചെയ്യുമ്പോൾ ആ ചാപ്റ്റർ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, പാർട്ടുകളാക്കി സ്പ്ലിറ്റ് ആക്കി ഓരോ പാർട്ടും വളരെ വിശദമായി തന്നെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന രീതിയിൽ, ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്ന രീതിയിൽ മാക്സിമം ഡൗട്ടുകളൊക്കെ കുട്ടികൾക്ക് ഇല്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കവർ ചെയ്യാണ്. അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മള് DPP ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ പാർട്ട് കഴിയുമ്പോഴും ആ പാർട്ടിലെടുത്ത ക്വസ്റ്റ്യൻസ് അവർക്ക് പ്രാക്ടീസ് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പൊ ഈ കുട്ടികൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് അവരൊരു സെൽഫ് ഇവാലുവേഷൻ നടത്തുകയാണ്. ഇന്ന് ഞാൻ കണ്ട ക്ലാസ്സിൽ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ അവരെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ ആപ്പിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവർക്ക് 3 രീതിയിൽ പർച്ചേസ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് പറയുന്നതിന് മുമ്പ് തന്നെ, പ്ലാനിന്റെ കേസ് പറയുന്നതിന് മുമ്പ് തന്നെ റെക്കോർഡഡ് ആയിട്ടുള്ള പേൾ വീഡിയോസ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. കാര്യം എന്താ വെച്ചാൽ ഒരു കുട്ടി ഒരു ക്ലാസ് ഡയറക്റ്റ് കാണുന്നതിനേക്കാൾ ആദ്യം ഒരു റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനും കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ലൈവിൽ വരുമ്പോൾ കുറച്ചും കൂടെ ആ മക്കൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. അതെ അതെ അതെ. പിന്നെയുള്ള സംശയമാണ്, അതായത് ഓൺലൈൻ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുട്ടികൾക്ക് അല്ലെ അടിപൊളിയാക്കാൻ പറ്റുമോ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവോ, കുട്ടികൾ അവിടെ ഇരിക്കുക, അങ്ങനെയൊക്കെ പാരന്റ്സിന്റെ ഭയങ്കര വലിയൊരു കൺസേൺ ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ പാരന്റ്സ് കുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. നമ്മുടെ സ്ലൈഡുകളെല്ലാം അതിനനുസരിച്ചുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ പറയാനുള്ള കാര്യം, ക്ലാസ് എടുക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് നോട്ട്സ് ഇങ്ങനെ ധൃതിപ്പെട്ട് എഴുതേണ്ട യാതൊരു ആവശ്യമില്ല. ക്ലാസ് കഴിയുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ നോട്ട്സ് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. വീണ്ടും കാണാനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് കാരണോ അസുഖം കാരണോ നിങ്ങൾക്കൊരു ക്ലാസ് കാണാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് അതിന് സൊല്യൂഷൻ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് നമ്മൾ എടുത്ത ക്ലാസ് റെക്കോർഡഡ് ആയിട്ട് അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളും ഏതെങ്കിലും കുട്ടി ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ടീച്ചർ കൊടുത്ത ആൻസറും അടക്കം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാനും കേൾക്കാനും പഠിക്കാനും പറ്റാണ്. പിന്നെ മിസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യം ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണല്ലേ. കാരണം ഇവർക്ക് പറയുമ്പോൾ ഒരുപാട് റെഫർ ചെയ്യാനുള്ള കാര്യങ്ങളില്ല. പല സ്കൂളിലും പല ടൈമിലാണ് എക്സാമ്പിൾ നടക്കുന്നത്. ഇപ്രാവശ്യത്തെ 8 CBSE സിലബസ് മാറിയതാണല്ലോ. അപ്പൊ സിലബസ് മാറുമ്പോൾ ഇവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് റെഫർ ചെയ്യാൻ റിസോഴ്സസ് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നമ്മൾ ഓരോരോ യൂണിറ്റ് കഴിയുമ്പോഴേ അവർക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. അതെല്ലാ മക്കളും പറയുന്ന ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. കാരണം പലർക്കും CBSE കേസിലാണെങ്കിൽ ഇപ്പൊ നമുക്ക് പോലും ഇവൻ സെർച്ച് ചെയ്യുമ്പോൾ പലതും നമുക്ക് കിട്ടാറില്ല. അപ്പൊ നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോരോ ചാപ്റ്റേഴ്സിന്റെയും, അതേപോലെ ആ ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഒരു മോഡൽ എക്സാം അവർക്ക് നടത്തും. അങ്ങനെ പല പല രീതിയിൽ അവർക്ക് എന്തൊക്കെയാണോ ആവശ്യം അത് നമ്മൾ മാക്സിമം മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ ആപ്പിൽ നമ്മൾ എക്സാം നടത്തുമ്പോൾ ആ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പോലും നമ്മളെ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ വെറുതെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുകയല്ല, മറിച്ച് CBSE ഹയർ ലെവലിലൊക്കെ എങ്ങനെ കൊടുക്കുന്നു ആ പാറ്റേണിൽ CBSE നൽകുന്ന കുറെ കാര്യങ്ങളുണ്ട്. മറ്റു സിലബസ് വ്യത്യസ്തമായി. ഇപ്പൊ കേസ് സ്റ്റഡി CBSEയുടെ തന്നെ ഒരു ട്രേഡ് മാർക്കാണ് ഈ കേസ് സ്റ്റഡി. പിന്നെ അസേർഷൻ റീസൺ ഇപ്പൊ കുറച്ചൊക്കെ മാറി മറ്റേ സ്റ്റേറ്റിലോട്ട് വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും മെയിൻ ആയിട്ട് CBSEയിലാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്. ആ രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങൾ. പറയുന്ന ഒരു കാര്യം നമ്മുടെ മൈൻഡ് മാപ്പിംഗ് ഇൻസ്റ്റാളാണ്. അടിപൊളിയായിട്ട് കുട്ടികൾക്ക് ഇൻസ്റ്റാളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നോക്കി ചില ചാപ്റ്റേഴ്സ് ഒക്കെ എങ്ങനെയാന്ന് വെച്ചാല് ഭയങ്കര അടിപൊളിയായിട്ട് ടോപ്പിക്കുകളൊക്കെ വളരെ വിശദമായിട്ട് എന്നാൽ കുഞ്ഞു
കുഞ്ഞു കുഞ്ഞു രീതിയിൽ രീതിയിൽ പ്രസന്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് Yes. എന്താ അടിപൊളി അല്ലേ? അടിപൊളിയായിട്ടുള്ള മെത്തേഡാണ്. അത് ശരിക്കും ഭയങ്കര ഒരു കുട്ടിക്ക് പഠിച്ചു കഴിഞ്ഞ ഒരു കുട്ടിക്ക് റിവൈസ് ചെയ്യാൻ ഏറ്റവും അടിപൊളി എനിക്ക് തോന്നുന്നു മൈൻഡ് മാപ്പും ഇൻസ്റ്റാലേണും ആണ് അല്ലേ. ഇൻസ്റ്റാലേണിൽ ക്വസ്റ്റ്യൻസുകൾ അവർക്ക് ഓൾറെഡി കിട്ടും, സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസുകളും എല്ലാ ബേസിക് ലെവൽ തൊട്ട് സ്റ്റാൻഡേർഡ് വരെ കിട്ടും. പോരാത്തതിന് ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് നമ്മൾ ഇൻസ്റ്റാലേണും മൈൻഡ് മാപ്പ് ആണെങ്കിലും സെറ്റ് ചെയ്യുന്നത് അല്ലെ. അത്രയും നമ്മൾ എഫേർട്ട് അതിനകത്ത് ആക്ച്വലി എടുക്കുന്നുണ്ട് പിന്നെ എടുത്തു പിള്ളേർക്ക്. പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് എല്ലാ കുട്ടികളും +2 കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു എൻട്രൻസ് ലെവൽ എക്സാമിലേക്ക് അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചിന്തിക്കുന്നത് പോലും. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിലുള്ള കുട്ടികൾ അധികം വലിയ വലിയ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊന്നും റാങ്കുകൾ വരുന്നില്ല എന്ന് നമ്മൾ എപ്പോഴും കാണാറുണ്ട് അല്ലെ. കാരണം ഇവരെപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും +2 കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. അപ്പൊ അതിനുള്ള ഒരു കറക്റ്റ് എന്താ പറയുക ഒരു ക്ലിയർ കട്ട് ഐഡിയ നമ്മൾ കൊടുക്കും. കാരണം നിങ്ങൾ പഠിക്കുന്നതോട് കൂടെ തന്നെ നിങ്ങളുടെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് ക്വസ്റ്റ്യൻസും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും, പഠിപ്പിക്കും. അതിനായിട്ടുള്ള ഒരു സ്പെഷ്യൽ ബാച്ചും കൂടെ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ യോധ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എത്രത്തോളം ആപ്പിന്റെ സ്പെഷ്യാലിറ്റി കൂടി സാർ ഒന്ന് പറഞ്ഞു കൊടുക്കാം. കാരണം ഇപ്രാവശ്യം 3 രീതിയിൽ പർച്ചേസിൽ 3 പ്ലാനുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇൻഫിനിറ്റി, അതുപോലെ തന്നെ ഇൻഫിനിറ്റി പ്രോ, ബേസ് പ്ലാൻ. ബേസ് പ്ലാൻ. ആദ്യം ബേസ് പ്ലാൻ ഉണ്ട്. ഈ ബേസ് പ്ലാന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. പിന്നെ ഓരോ ക്ലാസ് കഴിയുമ്പോൾ DPP ക്വസ്റ്റ്യന്റെ കാര്യം ഞാൻ പറഞ്ഞു, DPP ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ എക്സാംസിന്റെ കാര്യം, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എക്സാംസ് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഒരു പ്രീമിയം ലെവലിൽ ചിന്തിക്കുന്ന മക്കൾക്ക് ഏറ്റവും ബെറ്റർ ഇൻഫിനിറ്റി എന്നുള്ള ആ ബാച്ച് തന്നെയായിരിക്കും. 2 രീതിയിൽ ഇൻഫിനിറ്റി പ്രോയും ഉണ്ട് അല്ലെ. ഇൻഫിനിറ്റിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത് പേർഡിയുടെ ആക്സസ് ലഭിക്കുന്നത് അല്ലെ. എല്ലാ മക്കളും പറയുന്നതാണ് അവർക്ക് ആവശ്യമുള്ള സാധനമാണ് ശരിക്കും പറഞ്ഞാൽ. അത് നമ്മൾ ഇപ്രാവശ്യം ഇൻഫിനിറ്റിയിലാണ് അവർക്ക് പേർഡിയുടെ ആക്സസ്. പ്രോ ആണെങ്കിൽ പിന്നെ റിവിഷൻ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട്. പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ ഇൻഫിനിറ്റി പ്രോ ആണ്. അടിപൊളിയാണ് അല്ലെ. കാരണം കോമ്പറ്റേറ്റീവ് ലെവൽ ഒരു കുട്ടിയെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. കാരണം നമ്മുടെ കേരളത്തിലെ കുട്ടികളും ഇനി ഒരുപാട് ഹയർ ലെവലിൽ വരണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്, ആഗ്രഹമാണ്. അതാണ് അവരുടെ ഫ്യൂച്ചറിന്റെ ഒരു ലക്ഷ്യം. തീർച്ചയായിട്ടും അവരുടെ ഫ്യൂച്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത് അത് തന്നെ റാങ്ക് തന്നെയാണ്. ഇത് അങ്ങോട്ട് എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പഠിക്കുന്നത് കോമ്പറ്റീഷൻ വളരെയധികം കൂടി. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സാഹചര്യത്തിൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. പക്ഷെ ഇന്ന് നോക്കുകയാണെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട്, വളരെയധികം കൂടിയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും ട്രൈയും ചെയ്ത് നോക്കും. അത്രയും കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട്. ആ കോമ്പറ്റേറ്റീവ് വേൾഡിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാച്ച് ഒരു കാര്യം കൂടെ, ഈ ഒരു ഫാൽക്കൺ ബാച്ചും കൂടി ഇവർക്ക് ഇതിന്റെ കൂടെ കിട്ടുകയാണെങ്കിൽ ഇവര് പഠിക്കുന്ന ടോപ്പിക് തന്നെ ഒന്ന് അടിപൊളിയായിട്ട് വളരെ ഡീപ്പായിട്ട് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ ഹയർ ആയിട്ടുള്ള സാധനം നേരത്തെ പഠിക്കാനും ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇയർ ഇപ്പൊ മേ ബി ഒരു 9th പോകുന്ന സമയത്താണെങ്കിൽ 9th സിലബസിന്റെ മോസ്റ്റ്ലി എല്ലാ കാര്യങ്ങളും ഫാൽക്കണിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അടുത്ത വർഷം പോകുന്ന ഒരു കുട്ടിക്ക് കുറച്ചും കൂടെ സിലബസ് വൈസ് ആണെങ്കിലും ഈസിയാണ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അതേസമയം നമ്മൾ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമിനുള്ള ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളുമാണ് ഡിസ്കസും ചെയ്യുന്നത്. അതെ, അതാണ് ഡുവൽ അഡ്വാൻറ്റേജ്. എബിലിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ ഈ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫിനിറ്റി പ്രോ ബാച്ചിന്റെ കൂടെ നിങ്ങൾ ഫാൽക്കൺ ബാച്ചും കൂടെ അറ്റാച്ച്ഡ് ആണെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ഇതിൽ തന്നെ ജോയിൻ ചെയ്യണം, പ്രോയിൽ ജോയിൻ ചെയ്യണം, ഇൻഫിനിറ്റിയിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കില്ല. നിങ്ങൾ ചിന്തിച്ച് തീരുമാനിക്കുക എവിടെ ജോയിൻ ചെയ്യണം. എന്റെ അഭിപ്രായത്തില് ഞാനാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇൻഫിനിറ്റി പ്രോ തിരഞ്ഞെടുക്കുക ചെയ്തുള്ളൂ. കാരണം ഫ്യൂച്ചർ കൂടി ചിന്തിക്കുകയാണെങ്കിൽ പ്രോ ആണ് കുറച്ചുകൂടി ബെറ്റർ. ഈവൻ ദോ അത്രത്തോളം പൈസ ഇതിന് എന്ത് ചെയ്യുന്നില്ല, വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ 1 ഇയറിന്റെ ഒരു പാക്കേജ് അല്ലേ മക്കൾക്ക് കൊടുക്കുന്നത്. ചെറിയ എമൗണ്ടിൽ അവർക്ക് അഫോർഡബിൾ ആവുന്ന പ്രൈസിലാണ്. സോ എല്ലാവരോടും പറയാനുള്ള കേസ് ഇത്രയേ ഉള്ളൂ. നന്നായി തന്നെ അടുത്ത വർഷം പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബാച്ചും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ നമുക്ക് നമ്മുടെ സയൻസിന്റെ കേസിൽ ഇതൊക്കെയാണ് മോസ്റ്റ്ലി പറയാനുള്ളത്. ഇപ്പൊ ഏകദേശം അവർക്ക് എനിക്ക് തോന്നുന്നു ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും 8th എന്തൊക്കെയാ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പൊ ഒരു കാരണവശാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, സൈലം ഒന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് ഓർമ്മിച്ചുകൊണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം എടുത്തു പറയാനുണ്ട്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഓഫർ കൂടെ അവൈലബിൾ ആണ്. അതായത് ടോട്ടൽ ഫീസിന്റെ 10% ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത്. അത് ഭയങ്കര
ഭയങ്കര അടിപൊളിയാണ്. കാരണം എന്തായാലും ഇവർ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബേസിക്സ് അറിഞ്ഞിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി XEF10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കും. അത് മാത്രമല്ല, ഇവരെ കാത്തിരിക്കുന്ന സർപ്രൈസ് കൂടി ഉണ്ട്. അതായത് ഇവര് ജോയിൻ ചെയ്ത കുട്ടികളിൽ നിന്നും 5 പേരെ സെലക്ട് ചെയ്തിട്ട് ഇവർക്ക് സ്മാർട്ട് വാച്ചുകളാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഓപ്പർച്യൂണിറ്റി ആണ് ശരിക്കും പഠിക്കാനും. ഇപ്പൊ ജോയിൻ ചെയ്ത ഏറ്റവും ബെറ്റർ ഒരു ടൈമാണ്. ഏത് ടൈം എന്നുള്ളതിനേക്കാൾ ചോദിക്കുമ്പോ ഈ ഒരു ടൈമാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ക്ലാസ് മിസ്സാവാത്ത രീതിയിൽ. അപ്പൊ മക്കളെ പറഞ്ഞ കാര്യമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ചിന്തിച്ച് വയസ്സായിട്ട് ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. സോ ഓൾ ദ ബെസ്റ്റ്. യെസ്.